സദ്ധർമ്മ സന്ദേശം ഭാഗം 4. നന്മ നിറഞ്ഞ സ്നേഹമുള്ളവരെ, പ്രണാമം പ്രണാമം. സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷതകളാണ് നമ്മൾ മനനം ചെയ്തു വരുന്നത്. 7ാമത് ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷത അത് ഈശ്വരവാദിയാണ്, നിരീശ്വരവാദിയല്ല, പ്രവാചകവാദിയുമല്ല. സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ മറ്റൊരു വിചിത്രമായ വിശേഷത അത് ഓരോ വ്യക്തിക്കും തപസ്സിലൂടെ നേടിയെടുക്കാവുന്നതാണ്. ഈശ്വരീയത, ഈശ്വരൻ തന്നിൽ തന്നെയാണ്, എല്ലാ പ്രാണിവർഗത്തിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നു. ഭഗവത്ഗീത പറയുന്നു, ഈശ്വരഃ സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ബോധോദയം ഉണ്ടായ ആ പൂർണ്ണപ്രജ്ഞൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. അയാൾ ജ്ഞാനത്തിൻ്റെ ഇതിശ്രീ കുറിക്കുന്നു. അനന്തമായ അതീതകാലം മുതൽ ഇതുവരെ ഈശ്വര സാക്ഷാത്കാരം നേടിയ, സത്യതീർത്ഥം നേടിയ ഒട്ടനേകം പുണ്യപുമാന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദിവ്യപുരുഷന്മാരുടെ അവതാരം ഭാരതവർഷത്തിൽ സുലഭമാണ്. അത്തരം ഈശ്വരീയ പുരുഷ രത്നങ്ങൾക്ക് ജന്മം നൽകുന്നത് കൊണ്ടാണ് ഭാരതം രത്നഗർഭ എന്ന് അറിയപ്പെടുന്നത്. സനാതന ഹിന്ദു ധർമ്മം ഒന്ന് മാത്രമാണ് ഇതുവരെ മനുഷ്യനും ഈശ്വരനും ഒന്നാണെന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്ന 4 മഹാവാക്യങ്ങൾ ഇതിന് തെളിവാണ്. പ്രജ്ഞാനം ബ്രഹ്മ ഐതരേയം, തത്വമസി ഛാന്തോഗ്യം, അയം ആത്മാ ബ്രഹ്മ മാണ്ഡൂക്യം, അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യകം. ഈ 4 മഹാവാക്യങ്ങളും സദാപി സ്മരണയിലൂടെ സാക്ഷാത്കരിക്കുവിൻ. അതാണ് ഉപനിഷത്ത് ഋഷിമാർ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രേമസ്വരൂപരെ, ഭവാന്മാർ വീണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും ദുഃഖം എന്ന് പറയട്ടെ, കഴിഞ്ഞ 1000-ൽ പരം വർഷങ്ങളായി വൈദേശികാധിപത്യം മൂലം സനാതന ഹിന്ദു ധർമ്മത്തിന് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. അത് മാറിക്കിട്ടുന്നതിനും പൂർവാധികം ഉജ്ജ്വലകാന്തിയോടുകൂടി പ്രകാശിക്കുന്നതിനും ഈ ജ്ഞാനഗർജനം വീണ്ടും വീണ്ടും സ്മരിക്കുക. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാനിബോധത എന്ന ഉപനിഷത്ത് വാക്യവും നിദ്രത് ഭാരത് ജാഗെ എന്ന ടാഗോറിൻ്റെ ഉണർത്തുപാട്ടും ഓർക്കുക. ഉപനിഷത്ത് ഋഷിമാരുടെ ദിവ്യമായ അനുഭവങ്ങൾ ഷഡ്ദർശനങ്ങളിലൂടെ പ്രാതസ്മരണീയമായ ആ രചനകളെ നമ്മൾ അറിയേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്.
ഭാരതീയ ചിന്താധാരയുടെ പുണ്യഫലങ്ങളാണ് ഷഡ്ദർശനങ്ങൾ. ഹിമാലയത്തിൻ്റെ ധവളാഭമായ ഉത്തുംഗ ശൃംഗങ്ങൾ പോലെ ഇന്നും വിദൂരസ്ഥിതരായ ദർശകർക്ക് ആകർഷണ ബിന്ദുക്കളാണ് ഉപനിഷത്തുകളും ഷഡ്ദർശനവും. അവ ജ്ഞാനത്തിനായി ദാഹിക്കുന്നവർക്കെല്ലാം തൃപ്തി നൽകുന്നു. വൈദേശികളുടെ സങ്കുചിതമായ വിചാരവീചികൾ സനാതന ഹിന്ദുധർമ്മത്തിന് ചില മങ്ങൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദാരതയ്ക്കും വിശാലതയ്ക്കും അല്പം ക്ഷതം ഏൽപ്പിച്ചിട്ടുണ്ട്. തന്മൂലം ജൈന, ബൗദ്ധ, സിഖ്, ശൈവ, ശാക്ത, വൈഷ്ണവ, ഗാണപത്യാദി ദാർശനിക ഭക്തി മാർഗങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള രോഗം പിടിപെട്ടിട്ടുണ്ട്. അത് മാറ്റിയെടുക്കണം. ഗോവിന്ദനേക്കാൾ ഉയർന്ന സ്ഥാനം ഗുരുവിനാണുള്ളത് എന്ന് സന്ത് കബീർദാസ് സ്ഥാപിച്ചു. ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെക്കാൾ ശ്രേഷ്ഠൻ ഗുരുവാണ്. ഉപനിഷത്ത് കാലത്ത് ഉദ്ഭവിച്ച വിമലവും നിർമ്മലവും പവിത്രവുമായ ആത്മസ്രോതസ് എത്രമാത്രം പാവനമാണ്. ആ ധാരാപ്രവാഹം സ്വച്ഛവും സുന്ദരവും ശാന്തവുമാണ്. അതിൽ മറ്റൊരു വിധത്തിലുള്ള കളങ്കവുമില്ല. അത് നിർമ്മലമായ പതിത പാവനിയായ വിചാരധാരയാണ്. അത് വിഭുവിനെ അനുസന്ധാനം ചെയ്യുന്നു. അതിനെ അനുസന്ധാനം ചെയ്യുന്ന ഋഷിപുത്രന്മാരും പുത്രിമാരും പ്രാകൃതിക രാമണീയകത, പ്രകൃതിയുടെ സൗന്ദര്യം കണ്ട് ആനന്ദം അനുഭവിക്കുന്നു. തങ്ങളുടെ സ്വതന്ത്രമായ അനുഭവത്തിലൂടെ രചനകൾ രചിക്കുന്നു. അവർ ഭൗതികമായ ഭോഗവിലാസങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അവർ അത്യന്തം വിനീതമായി ഗായത്രി മന്ത്രം ആലപിക്കുന്നു, ജപിക്കുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നു: യസ്യ മതം തസ്യ മതം, മതം യസ്യ ന വേദസഃ, അവിജ്ഞാതം വിജാനതാം, വിജ്ഞാതം അവിജ്ഞാനതാം, വിജ്ഞാനം അവിജായതാം. എന്നോട് പറയാം: യസ്യ മതം തസ്യ മതം, മതം യസ്യ ന വേദസഃ, അവിജ്ഞാതം വിജാനതാം, വിജ്ഞാതം അവിജായതാം, വിജ്ഞാത അവിജാനതാം. അർത്ഥാത് അവർ ജ്ഞാനവാദികളായ ആചാര്യന്മാരാണ്, ഋഷിമാരാണ്, ഈശ്വരൻ്റെ പരമപ്രിയരാണ്. അവർ ജീവൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഈശ്വരനോടൊപ്പം മനുഷ്യന് നേരിട്ട് ബന്ധമുണ്ട്. മറ്റാരുടെയും മധ്യസ്ഥത വേണ്ട. മനുഷ്യൻ്റെ ദുർബലതകൾ അവർ അറിഞ്ഞിരിക്കുന്നു. ആ ദുർബലതകളെ, കഴിവില്ലായ്മയെ
വേരോട് പിഴുതെറിഞ്ഞു. അതിനുള്ള ഉപായവും കണ്ടെത്തി. അകർമ്മണ്യത, അലസത ഇല്ലാതാക്കി, സ്വച്ഛന്തമാക്കി, സമർത്ഥരാക്കി, മിടുക്കന്മാരാക്കി, തിന്മയിലേക്ക് തിരിയുന്ന മനസ്സിനെ പിടിച്ചു നിർത്തി നന്മയിലേക്ക് തിരിച്ചുവിട്ടു. ഋഷിമാർ നൽകുന്ന മനഃശാസ്ത്ര സന്ദേശം നോക്കുക. യത് മനസാ ധ്യായതി തത് വാചാ വദതി. യത് വാചാ വദതി തത് കർമ്മണാ കരോതി. യത് കർമ്മണാ കരോതി തദാപി സമ്പദ്യത്തെ. എത്ര സുന്ദരമായ ബൗദ്ധിക ഉപദേശമാണിത്. മനുഷ്യ, നീ നിന്റെ പൗരുഷം കൊണ്ട് മുന്നേറുക. സംശുദ്ധമായ ജീവിതം തൻ്റെ പുനീതമായ കർമ്മഫലമാണ്. മറ്റാർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ എപ്രകാരമാണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് സംസാരിക്കുന്നു, അപ്രകാരം കർമ്മം ചെയ്യുന്നു. നിന്റെ കർമ്മം എങ്ങനെയുള്ളതാണോ അതനുസരിച്ച് ഫലവും നേടുന്നു. ആത്മഭാവങ്ങളെ, ഇതാണ് സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ വിചാരധാര. തത്ഫലമായി അവൻ തൻ്റെ ഈശ്വരനുമായി അച്ഛനും മകനും എന്നതുപോലുള്ള നേരിട്ട് ബന്ധം പുലർത്തുന്നു. ഇതല്ലാതെ മറ്റാരെയെങ്കിലും ഏതിനെയെങ്കിലും പുകഴ്ത്തുന്നത് കൊണ്ടും സ്തുതിക്കുന്നത് കൊണ്ടും നിവേദ്യം സമർപ്പിക്കുന്നത് കൊണ്ടും പൂർണ്ണജ്ഞാനം നേടുക എന്ന ഉദ്ദേശസിദ്ധി ലഭ്യമാകുന്നില്ല. ജീവിതത്തിൽ നാഗവും നരകവും സൃഷ്ടിക്കുന്നത് അവനവൻ തന്നെയാണ്. ജ്ഞാനത്തിന് വേണ്ടി ഹൃദയ കവാടം തുറന്നു വയ്ക്കുക. ജീവിതത്തിൽ ഗുരുവിന് മഹത്തായ സ്ഥാനമാണുള്ളത്. ഗുരു ആചാര്യനാണ്. ഋഷി പറയുന്നു, മാതൃമാൻ പിതൃമാൻ ആചാര്യമാൻ പുരുഷോ വേദ. അർത്ഥാത് മാതാവിനെയും പിതാവിനെയും ആചാര്യനെയും ഗുരുവായി ആരാധിക്കുക. അവർ സതുപദേശം നൽകി നേർവഴി നടത്തുന്നു. അവരെ ശ്രദ്ധാപൂർവം ആദരിക്കണം. ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഉപദേശം നേടുന്നു. സ്വയം സന്മാർഗം സ്വീകരിക്കുന്നു. ജീവിതത്തിൽ മുന്നേറുന്നു. ലോകത്തിൽ ജ്ഞാനഭണ്ഡാരം നിറയ്ക്കുന്നു. പുതിയ രത്നങ്ങൾ നിക്ഷേപിക്കുന്നു. ഗുരുവിനെ ശ്രദ്ധാപൂർവം നമസ്കരിക്കുന്നു. ആദരവോടുകൂടി തൻ്റെ കൃതജ്ഞത ഇപ്രകാരം പ്രകടമാക്കുന്നു. ദിവ്യാത്മാക്കളെ, ഇത് എൻ്റെ ഗുരുവിൻ്റെ പുണ്യപ്രതാപത്തിൻ്റെ സുഫലമാണ് എന്ന്. ധന്യവാദനം, കൃതജ്ഞത സനാതന ഹിന്ദു ധർമ്മത്തിൽ ഓരോ ചുവടുവയ്പ്പിലും കാണുന്നു. അറിവിൻ്റെ വാതായനം തുറന്നു തന്നെ ഇരിക്കട്ടെ. പൂർണ്ണപ്രജ്ഞനായ ശിഷ്യനെ ഗുരു വിഭോ എന്നാണ് സംബോധന ചെയ്യുന്നത്. നമ്മുടെ സൗരഭ്യം, നന്മയുടെ സദ്ഗുണങ്ങളുടെ സൗരഭ്യം, വിനയവും ശ്രദ്ധയും ഉപകാരപ്രദവും ശുദ്ധവും ജ്ഞാനോന്മുഖവുമാകട്ടെ. ശിഷ്യൻ ഗുരുവിലൂടെ ഈ സദ്ഗുണങ്ങളൊക്കെ നേടിയെടുക്കുന്നു. ഹിന്ദു ധർമ്മത്തിലെ
ഈ സവിശേഷത ലോകത്തിന് ദിവ്യമായ പ്രകാശസ്തംഭമാണ്, ശാന്തിദായിനിയാണ്, ഭ്രാതൃഭാവത്തിൻ്റെ അനുപമമായ സന്ദേശമാണ് നൽകുന്നത്. ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ ഉപസംഹരിക്കാം. സ്വസ്ത്യസ്തു, ശുഭമസ്തു, സന്തു മംഗളശതാനി.